ഹലോ, ഞാൻ ടാനിയ ജോയൽ. പുറകെ കിടക്കുന്ന കറ്റൻ കണ്ടോ? ക്രിസ്മസിന്റെ കറ്റനാണ്. നമുക്ക് ക്രിസ്മസിന്റെ കറ്റൻ മേടിക്കുമ്പോൾ ഒരേപോലെ ഉള്ളത് മേടിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പൊ പുറകിലോട്ട് നോക്കിയാൽ കാണാൻ പറ്റും നല്ല ഭംഗിയായിട്ട്. ഇനി അതിന്റെ കൂടെ വെക്കാൻ നല്ല കുഷനും നല്ല കുഷൻ കവറും മാഗ്നറ്റ് സ്കേറ്റ്സിൽ അവൈലബിൾ ആണ്. ഇത് നല്ല സുന്ദരമല്ല കാണാൻ. ഇതുണ്ടോ, ഈ സ്കേർട്ട് നല്ല ബോയൊക്കെ പിടിപ്പിച്ചു കേട്ടോ. ഞാൻ തിരിച്ചാ വെച്ചിരിക്കുന്നത് കേട്ടോ. തിരിച്ചോ കമത്തിയോ എങ്ങനെ വേണം വെക്കാം കേട്ടോ. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ ആയിരുന്ന സമയത്തില്ലേ ഇതുപോലെ മീൻസ് ഉടുപ്പിന്റെ പുറകിലൊക്കെ ബോയൊക്കെ കെട്ടത്തില്ലേ, അതുപോലെ തന്നെ ഇപ്പൊ കുഷൻ കവറിലൊക്കെ ബോയൊക്കെ വെച്ച് നല്ല അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത് കാണാൻ. നല്ല ക്രീം കളറാ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ വെക്കാം. അപ്പൊ ഇനിയുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള തോർത്താണ്. ഞാൻ ഈ തോർത്തിന്റെ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിലും ഇതിലും കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഇത് ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഇത് ഞാൻ പറയുന്ന ഫുള്ള് ക്ലിയർ ആയിട്ട് അങ്ങ് കാണിക്കുക കേട്ടോ. അപ്പൊ ഞാനത് ഫുള്ള് പറയണല്ലോ. ഇത് കണ്ടോ, നല്ല തോർത്ത്. ഇതിന്റെ സൈസ് നല്ല വലിയ സൈസാണ്. ഇത് കണ്ടോ, നല്ല രസത്തിലുള്ള ഇത് ഫുൾ ത്രെഡ് വർക്ക് ആയിട്ട് വന്നിരിക്കുന്ന പ്രീമിയം തോർത്താട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്. ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ നന്നായിട്ട് പറ്റും. വെള്ളം വലിയോ എന്ന് ചോദിച്ചാൽ വെള്ളം നന്നായിട്ട് അബ്സോർവ് ചെയ്യും. പക്ഷേ ആദ്യത്തെ 3 പ്രാവശ്യം നന്നായിട്ട് ഇത് കഴുകി ഇതിന്റെ ഉള്ള സ്റ്റാർച്ചും ഇതിന്റെ എല്ലാം കളയണം. എന്നാൽ മാത്രമാണ്. ഇപ്പം നല്ല പ്രീമിയം തോർത്താണ്. ഇപ്പം 590 റുപ്പീസിന് തോർത്ത് വാങ്ങിച്ചാലും ഈ ഒരു ചെറിയ വിലയുടെ തോർത്ത് വാങ്ങിച്ചാലും ഉണ്ടല്ലോ, നല്ലതായിട്ട് ആദ്യത്തെ 3 പ്രാവശ്യം കഴുകി നല്ല ഭംഗിയാക്കണം. എന്നാലാണ് ഇതിന്റെ ഈ സൂത്രം ഇതിനകത്ത് ആ സ്റ്റാർച്ച് പോകത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് വെള്ളം നന്നായിട്ട് വലിയത്തുള്ളൂ. ആദ്യത്തെ ദിവസം തന്നെ ഇത് തോർത്ത് കഴിയുമ്പോൾ അയ്യോ വെള്ളം പിടിച്ചില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതിന്റെ ഈ കളർ അവൈലബിൾ ആണ്. ഒരു 10 കളേഴ്സോളം അവൈലബിൾ ആയിട്ട്. ഇതൊരു മഞ്ഞ ഓരോരുത്തർക്ക് ഞാൻ പറഞ്ഞില്ലേ, വീട്ടില് നമ്മൾ പിള്ളേരാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും, പക്ഷെ എല്ലാ വീടുകളിലും അല്ല കേട്ടോ. അപ്പം നമ്മൾ തോർത്തിന് വേണ്ടി നമ്മൾ വഴക്കുണ്ടാക്കും ചില സമയത്ത് കേട്ടോ. ഞാൻ കുഞ്ഞായിരുന്നപ്പം വഴക്കുണ്ടാക്കുമായിരുന്നു. അപ്പൊ മീൻസ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇതില്ലായിരുന്നു. ഹോസ്റ്റലിലായിരുന്നു എൻ്റെ സ്വന്തം തോർത്ത്. പക്ഷേ വീട്ടിലാവുമ്പോഴില്ലേ നമ്മളെ എല്ലാവരുടെയും തോർത്തൊക്കെ എടുത്തോണ്ടൊക്കെ പോകും കേട്ടോ. പക്ഷെ ബാക്കിയുള്ളവരൊന്നും അങ്ങനെ അല്ലായിരുന്നു. എല്ലാവരും നല്ല മിടുക്കരായിരുന്നു. ഞാൻ മാത്രം ഇങ്ങനെ എടുത്തോണ്ട് പോകും. കാരണം നമ്മുടെ വിചാരം നമ്മുടെ സ്വന്തമാണല്ലോ, വീട്ടിലെല്ലാം സ്വന്തം. പക്ഷെ ഹോസ്റ്റൽ അങ്ങനെ നടക്കത്തില്ല. കാരണം ഓരോരുത്തരുടെ ക്ലിപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ടൊക്കെ നമ്മൾ വിരിച്ചിടുന്നൊക്കെ നിങ്ങളൊക്കെ ആലോചിക്കുക. ഹോസ്റ്റലൊക്കെ നിൽക്കുമ്പോൾ നല്ല രസമായിട്ട് ഈ കുഞ്ഞുനാളിലൊക്കെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് പിൻ ചെയ്ത് ഓരോരുത്തർക്കും ഓരോ ക്ലിപ്പ്, അതിനകത്ത് എൻ്റെ പേര് ടാനിയ അത് എഴുതും. പിന്നെ ഓരോ വർഷം ക്ലിപ്പിൻ്റെ എന്താ പറയുന്നത്, എന്തൊക്കെ കഥയാണ് പറയുന്നത്, ഓരോ വർഷം ക്ലിപ്പിൻ്റെ അകത്ത് നമ്മൾ ഏത് സ്റ്റാൻഡേർഡ് ആണെന്ന് എഴുതും കേട്ടോ ബാക്ക് സൈഡിലെ. അപ്പൊ ഇതുപോലത്തെ നല്ല എന്താ പറയുന്നത്, എന്താ പറയുന്നത്, വാഷ് ബേസിന്റെ ടവല് കേട്ടോ. ഒരുപാട് കഥകൾ പറഞ്ഞപ്പോഴില്ലേ പഴയ കാര്യം പറഞ്ഞപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകും കേട്ടോ. ഇത് വാഷ് ബേസിന്റെ ടവലാട്ടോ, നല്ല ഭംഗിയായിട്ടുള്ള വാഷ് ബേസിന്റെ ടവല്. ഇത് ആക്ച്വലി നല്ല രസമാണ്. ഇതിന് പ്രത്യേകത ഉണ്ട്. ഈ സ്ഥലം ഉണ്ട്, പിന്നെ ഈ സ്ഥലമുണ്ട്. അതായത് നമ്മൾ ഇവിടെ പോയി തുടച്ചാൽ മതി, അപ്പൊ ചെളി ഇവിടെ പിടിച്ചോളും. ഇതിങ്ങനെ താത്തി ഇട്ടാൽ മതി കേട്ടോ. അപ്പൊ ചെളി പറ്റിയെന്ന് അറിയത്തുമില്ല. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ആഴ്ച ഒരു ദിവസം കഴുകണം കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ നമ്മുടെ ട്രീ സ്കേർട്ട് എല്ലാ പ്രാവശ്യം നമ്മൾ ഒരേപോലത്തെ ട്രീ സ്കേർട്ടാണ് വെക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം നമ്മളുള്ള ട്രീ സ്കേർട്ട് ഇതാട്ടോ. നല്ല ട്രീ സ്കേർട്ട്. ഇപ്പൊ വേറെ തരം ട്രീ സ്കേർട്ട് ഉണ്ട്, പക്ഷെ ഇത് ഇത് വലിപ്പവും കൂടുതലും കുറവൊക്കെ ഉണ്ട്. ഇത് പക്ഷെ ഇതിന്റെ റേറ്റ് വന്നിട്ട് ഒരു 290 റുപ്പീസ് ഓൾഡ് കേട്ടോ. ഇതിന്റെ റേറ്റ് എല്ലാം ഇങ്ങനെ പക്ഷികളൊക്കെ ചുറ്റും ഒരു വെറൈറ്റി ആയിട്ട് എല്ലാ പ്രാവശ്യവും ഈ ചുമപ്പ്, പിന്നെ അതിന്റെ ഒരു മീൻസ് ചുമപ്പ് മാത്രമല്ല, വേറെ കളേഴ്സിൽ തീം അനുസരിച്ച് ഉണ്ട്. ക്രിസ്മസ് ട്രീയുടെ താഴെ നല്ല വെള്ള ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുള്ള എന്താ രസമായിട്ടുള്ള ഇതിൽ നല്ലൊരു കിളികളൊക്കെ ഉണ്ട്. ഇവർക്കും നല്ല സന്തോഷം വേണ്ട, കിളികളൊക്കെ ഉണ്ട്. പിന്നെ ഈ ക്രിസ്മസ് ട്രീ അടുത്ത പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 290 സാധാരണ ക്രിസ്മസ് ട്രീക്ക് ഭയങ്കര വിലയാണ് കേട്ടോ. അപ്പൊ നമ്മൾ അത് അനുസരിച്ച് ആലോചിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംഭവമാണ് അത്. ഇനിയുള്ളത് കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇത് കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ റേറ്റ് വന്നിട്ട് 1000 റുപ്പീസിന് താഴെയാണ്. എന്ത് രസമാണെന്ന് നോക്കിയാൽ. ഇത് കണ്ടോ, നല്ല ഒരു ക്രീം കളറില്
പിങ്ക് കളർ കുഞ്ഞുകുനാ വിരിഞ്ഞ പൂക്കൾ. അതായത് പൂവിന്റെ ഇടയ്ക്കുള്ള സൂത്രമായിട്ട് നമ്മൾ പൂ വരയ്ക്കാൻ പഠിക്കുമ്പോൾ ഇതുപോലെയൊക്കെ വരയ്ക്കും. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 1000 rupees താഴെയാണ്. കിങ് സൈസ് ബെഡ്ഷീറ്റിന്റെ മെഷർമെന്റ് വന്നിട്ട് 100 into 108 inches ആണ്. പില്ലോ കവറിന്റെ റേറ്റ് വന്നിട്ട് സൈസ് വന്നിട്ടുണ്ടല്ലോ 17 into 27 inches ആണ്. എന്നിരുന്നാലും മാഗ്നസ്കേപ്സിന്റെ പില്ലോ കവറിന്റെ സൈസ് കുറച്ചുകൂടി വലുതാണ് കേട്ടോ. ഇനി ക്രിസ്മസ് സ്പെഷ്യൽ കിങ് സൈസ് ബെഡ്ഷീറ്റ് ആണ്. ഇത് എന്ത് രസമാണെന്ന് നോക്കിയേ, നല്ല ഭംഗിയല്ലേ. ഇതൊക്കെ നല്ല ബെഡ്റൂമിലൊക്കെ വിരിച്ചിട്ടിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് ക്രിസ്മസിന് സന്തോഷമായിട്ട് ഇരിക്കുന്ന കാര്യം തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ കിരികിനാന്ന് പറഞ്ഞ് നമുക്ക് ചിരി വരും അല്ലേ. നല്ല മനസ്സിൽ നല്ല സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമാട്ടോ നമ്മളിപ്പം ക്രിസ്മസിന് ബെഡ്ഷീറ്റ് വിരിച്ചാലും നോർമൽ ഡേ ബെഡ്ഷീറ്റ് വിരിച്ചാലും ഒക്കെ സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ വൃത്തിയായിട്ട് ഒരു മുറിയിലോട്ട് കയറുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മുടെ പകുതി വിഷമം പോകും കേട്ടോ. അതൊരു ഭയങ്കര കാര്യമാണ്. ഈ വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ അലക്കൂസ് സാധനങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ് കളയണം കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂട്ടി വെക്കരുത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല വൈറ്റ് കളറ് സെന്റ് പോഷൻ പറഞ്ഞ് ഈ ഒരു സാധനം ക്രിസ്മസിന്റെ സമയത്തും നോർത്ത് ഇന്ത്യയിലൊക്കെ ദിവാലിയുടെ സമയമാകുമ്പോഴത്തേനും ഇല്ലേ എല്ലാവരും പഴയ സാധനങ്ങളെല്ലാം കളഞ്ഞ് പഴയതൊക്കെ വേണ്ടാത്തൊക്കെ കളയും കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എനിക്കറിയത്തില്ല. നമ്മുടെ ക്രിസ്മസിന്റെ സമയമാകുമ്പോൾ എല്ലാം നമ്മുടെ പഴയ വേസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങ് കളഞ്ഞേക്കണം കേട്ടോ. നമ്മൾ ചുമ്മാ വേണ്ടാതെ ഒരു വർഷത്തോളം ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളയണം കേട്ടോ. ഇനിയുള്ളത് നല്ല 695 എന്ത് ഷീറ്റാ, ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് കേട്ടോ. നല്ല ചെക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണ് ഈ ഒരു ഷീറ്റ് വരുന്നത്. അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാട്ടോ. 695 രൂപ പ്ലസ് ഷിപ്പിംഗ്. ഈ സമയത്ത് ക്രിസ്മസ് ബെഡ്ഷീറ്റ് മാത്രമല്ല നോർമൽ ബെഡ്ഷീറ്റും മാഗ്നസ്കേപ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. എന്നാൽ മാത്രമല്ലേ ഇത് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പം ക്രിസ്മസും ഉണ്ട്, നോർമൽ ബെഡ്ഷീറ്റ് ഉണ്ട്. ഇത് അടുത്ത ഷീറ്റ്, ഇതും ക്യൂൺ സൈസ് ആണ്. ഇതിന്റെ കിങ് സൈസ് വന്നപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ട് നമ്മൾ ക്യൂൺ സൈസ് ചെയ്ത, പക്ഷെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രിന്റ് ഉള്ളേ മീൻസ് ഈ ഒരു ബെഡ്ഷീറ്റ് കേട്ടോ. കാരണം അത് കിങ് സൈസ് ബെഡ്ഷീറ്റ് ആയിരുന്നു അതിന്റെ പ്രിന്റ്. പക്ഷെ ഒത്തിരി ആൾക്കാരുടെ റിക്വസ്റ്റ് പ്രകാരം ചെയ്ത ഒരു ഷീറ്റാണ് ഇത് കേട്ടോ. നല്ല രസമില്ല. 695 രൂപ പ്ലസ് ഷിപ്പിംഗ്. 2 വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടെ അവൈലബിൾ ആണ്. ഇനിയുള്ളത് ദാണ്ട കിടക്കുന്നു. നല്ല ഒരു ഇതുണ്ട്. അതായത് ക്രിസ്മസിന്റെ സമയത്ത് ചില രാജ്യങ്ങളിലൊക്കെ സ്നോ ഒക്കെ വീഴുകയല്ലേ. നമ്മുടെ സ്ഥലത്തെ മഴ ചില സ്ഥലങ്ങളിലൊക്കെ എന്താ പറയുന്നത് സ്നോയൊക്കെ വീഴുമായിരിക്കും. എന്തായാലും വിദേശ രാജ്യങ്ങളൊക്കെ വീഴും. അപ്പൊ അവിടെയുള്ള ഇതുപോലെയൊക്കെ നമ്മൾ സങ്കല്പിച്ച് നമ്മൾ അങ്ങ് കിടക്കുക കേട്ടോ. ഇപ്പൊ നമുക്ക് വിദേശത്ത് പോയില്ലെങ്കിലും സ്നോയൊക്കെ ഇവിടെയും വീഴുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറ്. പിന്നെ ഒരു കാര്യം, മാഗ്നസ്കേപ്സിന് എല്ലാ സ്ഥലത്തും ഐസ് തരും കേട്ടോ. ഇപ്പൊ വിദേശത്തും ഐസ് തരുവേ. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നല്ല സന്തോഷത്തോടെ ഇരിക്കണം. വെബ്സൈറ്റിൽ ഫോട്ടോസ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും പറയാണ്ട. നമ്മുടെ മാഗ്നസ്കേപ്സ് സ്റ്റോർ ഫുള്ള് ഇപ്രാവശ്യം സാധനങ്ങൾ നിറച്ച് നല്ല പുതിയ സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ഓൾട്ടർനേറ്റ് ഡേയ്സും തമ്പുരാന്റെ കൃപയിൽ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വരുന്ന നോക്കി തൊട്ട് വാങ്ങിക്കാം. വരണ്ട വഴിയുണ്ടല്ലോ, നമ്മുടെ എറണാകുളത്ത് നിന്ന് വരുമ്പം എറണാകുളത്താട്ടോ ഈ സൂത്രം ഉള്ളത്, മാഗ്നസ്കേപ്സ് ഉള്ളത്. എറണാകുളത്ത് വൈറ്റിലേന്ന് വരുമ്പോഴും മെംജി റോഡിൽ നിന്ന് വരുമ്പോഴും കടവന്ത്ര ചെറുപറമ്പത്ത് റോഡ് മെട്രോ പില്ലർ നമ്പർ 795 നോക്കി അകത്തോട്ട് കയറുക. അകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലാണ് മാഗ്നസ്കേപ്സ് ഉള്ളത്. മാഗ്നസ്കേപ്സിന്റെ ബോർഡ് വളരെ ചെറിയ ബോർഡാണ്, റെഡ് കളർ റൗണ്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്